ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായാണ്. നല്ല തട്ട് കട സ്റ്റൈൽ കല്ലുമ്മക്കായി. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ കല്ലുമ്മക്കായി അല്ല ഇവനെന്തിനാണ് ഉണ്ടാക്കുന്നത് ഇടുന്നത്. ചിലർ ഉണ്ടാക്കിയാൽ അധികം തട്ടുകട സ്റ്റൈലിൽ കിട്ടാനില്ല. അപ്പോൾ നമ്മളിപ്പോൾ തട്ടുകട സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കല്ലുമ്മക്കായി എടുത്തിട്ടുണ്ട്. ഒരു കത്തി എടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതിനോട്ട് അതിൻ്റെ പുറത്തുള്ള എല്ലാം ചുരണ്ടിക്കളയുക. ശേഷം നല്ലോണം കഴുകിയതിന് ശേഷം ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പൊളക്കുക. പൊളന്നതിന് ശേഷം അതിൻ്റെ സൈഡിലുണ്ടാവും ഒരു പാമ്പൻ പോലത്തെ ഒരു കുഞ്ഞ്. ആ സാധനത്തെ എടുത്തു മാറ്റുക. ദൈപ്പയിൽ കാണുന്ന സാധനം. ശേഷം കല്ലുമ്മക്കായി നല്ലോണം കഴുകണം. അതിൽ പൂയോ മറ്റോ എന്തെങ്കിലും ഉണ്ടാകുന്നതിനാണ് നല്ലോണം കഴുകുന്നത്. കൈക്ക് വെച്ച കല്ലുമ്മക്കായി വെള്ളം ഊറാനിടുക. അരി 5-6 മണിക്കൂർ നല്ലോണം കുതിർത്തി വെക്കുക. ശേഷം ഇത് അരക്കുക. അരക്കുമ്പം മഞ്ഞളും ഉപ്പും ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ കുറച്ച് പെരിഞ്ചീരകമാണ് കേട്ടോ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തത്. മറ്റേ 10ൽ നിന്നും അരയുന്നതിനോട്ട് അരയണ്ട, ഈ പരുവത്തിൽ അരഞ്ഞാൽ മതി. ഇനി നമ്മൾ ഓരോ കല്ലുമ്മക്കായി എടുത്തിട്ട് അതിലോട്ടേക്ക് പാകത്തിന് അരി നിറച്ചു കൊടുക്കുക. തൊള്ളർക്ക ചള്ള പൊളിയും മോനെ മേപ്പെട്ട് മോനെ മുന്നപ്പെട്ട ഉണ്ട കുളുങ്ങും മേപ്പെട്ട് ഓടിക്കോ മോനെ അല്ലെ തൊള്ളെ കട്ടിയാൽ നിറക്കും. ഇങ്ങനെ എല്ലാ കല്ലുമ്മക്കായിലും നിറച്ചു കൊടുക്കാം. നമുക്ക് സാധാ 10നും ചോറിനെല്ലാം എടുക്കുന്ന അരിയാണ് കേട്ടോ എടുക്കേണ്ടത്, അല്ലാണ്ട് പച്ചരിയല്ല കേട്ടോ. നമ്മൾ നിറച്ചു കൊടുക്കുമ്പോൾ ജാസ്തിയുള്ള അരി ഇങ്ങ് വലിച്ചളയണം. കല്ലുമ്മക്കായിൻ്റെ അതേ ഷേപ്പിലാക്കി കൊടുക്കും. ഓക്കെ, അങ്ങനെ നമ്മളിതാ എല്ലാം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ആവിച്ചെമ്പ് എടുത്തതിന് ശേഷം അതിൽ വെള്ളം ചൂടാകാൻ വെക്കുക. ശേഷം നമ്മൾ നിറച്ച കല്ലുമ്മക്കായി എല്ലാം ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. ഇനി ഒരു 20 മിനിറ്റ് വേവിപ്പിക്കാം. നമ്മൾ എടുത്ത കണക്കിന് കല്ലുമ്മക്കായ്ക്ക് വേണ്ടത്ര മസാല തയ്യാറാക്കാം. ആദ്യം മഞ്ഞപ്പൊടി ഇടുക, പിന്നെ ഉപ്പിടുക, കാശ്മീരി ചില്ലി പൗഡർ, വേണമെങ്കിൽ ഫുഡ് കളർ ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക, കുറച്ച് അരി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത് കല്ലുമ്മക്കായിൻ്റെ മുകളിൽ നല്ലോണം മസാല പിടിക്കേണ്ടിട്ട് കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ടേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മുടെ കല്ലുമ്മക്കായി ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. വെന്ത് തണിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് തുറക്കാവൂ. തുറക്കാൻ പാടുള്ളത് ഇങ്ങനെ മറ്റേ കല്ലുമ്മക്കായിൻ്റെ തോടുകൊണ്ട് തുറന്നെടുക്കാം. അപ്പം ഇങ്ങനെ കിട്ടും. ഇങ്ങനെ എല്ലാം തുറന്നെടുക്കാൻ നമ്മളെല്ലാം ഇത് തുറന്നെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ അതിലോട്ടേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കല്ലുമ്മക്കായി ഓരോന്നും മസാലയിൽ മുക്കി നല്ലോണം മുക്കി പിടിപ്പിക്കുക. ശേഷം ചൂടായ എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുഴുവൻ ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് മറിച്ച് വിടുക. ചിലതെല്ലാം നല്ലോണം മൊരിയുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ലോണം മൊരിയുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ എണ്ണ ഊറ്റിയ ശേഷം പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. കല്ലുമ്മക്കായി കൂട്ടാൻ നരകത്തുനിന്ന് കീഞ്ഞു വരുന്ന കേട്ടോ ശിക്ഷ കഴിഞ്ഞിട്ട്. അപ്പം ഇതാ മച്ചാമാരെ
സൂപ്പർ തട്ടുകട സ്റ്റൈലിലുള്ള കല്ലുമ്മക്കായി ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. നോക്കൂ ഏതാ ഭംഗി, കാണുമ്പോൾ തന്നെ ചില്ലും കൂട്ടിലേക്കാളും വലിയ ഉഷാറല്ലേ. നമുക്കിനി ഇതൊന്ന് ഈറ്റ് ചെയ്ത് നോക്കാം. എൻ്റെ മോനെ വേറൊന്നും പറയാൻ ലെവയില്ല, അടിപൊളി, ഒന്നൊന്നര ടേസ്റ്റ്. തിന്നോക്ക്, ഉണ്ടാക്കി തിന്നണം കേട്ടോ. എൻ്റെ അടുത്ത് കേട്ടോണ്ടല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ആരോ.